നമസ്കരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. നോട്ടം എപ്പോഴും മുൻവശത്ത് സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്കായിരിക്കണം. നമസ്കരിക്കുന്നതിന് മുമ്പ് ഉറക്കെ ബാങ്ക് വിളിക്കണം. ബാങ്കിൻ്റെ വചനങ്ങൾ നാം നേരത്തെ പഠിച്ചുവല്ലോ. ബാങ്ക് വിളി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ ശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കണം: അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വബ്അത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്തഹു ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്. ഇനി ഇഖാമത്ത് കൊടുക്കണം. അതിൻ്റെ വാചകങ്ങൾ ഇതാണ്: അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് ഖദ് ഖാമത്തിസ് സ്വലാത്തു ഖദ് ഖാമത്തിസ് സ്വലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്ത്രീകൾ മാത്രമായി നമസ്കരിക്കുമ്പോൾ ഇഖാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ, ബാങ്ക് വേണ്ട. എന്നിട്ട് അള്ളാഹുവിന് വേണ്ടി ദുഹർ 4 റക്അത്ത് നമസ്കരിക്കുന്നു എന്ന് കരുതി അല്ലാഹു അക്ബർ എന്ന് പറയണം. അല്ലാഹു അക്ബർ. അല്ല, എന്താ മിണ്ടാതിരിക്കുന്നത്? അല്ലാഹു അക്ബർ എന്ന് അങ്ങ് ഉച്ചത്തിൽ പറഞ്ഞ് കൈകെട്ടടോ. അല്ലാഹു അക്ബർ. വലത് കൈ ഇടത് കൈയുടെ മേലാണ് വെക്കേണ്ടത്. ഇതാ ഇങ്ങനെ. ഇനി ഈ പ്രാർത്ഥന ചൊല്ലണം: വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഇതിന് ദുആഉൽ ഇഫ്തിതാഹ് അഥവാ പ്രാരംഭ പ്രാർത്ഥന എന്ന് പറയുന്നു. ഈ സ്ഥാനത്ത് ചൊല്ലേണ്ട വേറെയും പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി സൂറത്തുൽ ഫാത്തിഹയാണ് ചൊല്ലേണ്ടത്. അത് ഫിദലിന് കാണാതെ അറിയാമല്ലോ, അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇനി ഫാത്തിഹയ്ക്ക് ശേഷം അറിയാവുന്ന സൂറത്തുകൾ ഏതെങ്കിലും ഓതണം. ഫിദലിന് കാണാതെ അറിയാവുന്ന ഏതെങ്കിലും സൂറത്ത് ഓതിക്കോളൂ. بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. ഇനി റുക്കൂ. ഫിദൽ സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കൂ. റുക്കൂയിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയണം. അതുപോലെ ചെയ്യൂ. അല്ലാഹു അക്ബർ. റുക്കൂയിൽ സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് 3 വട്ടം ചൊല്ലണം. സുബ്ഹാന റബ്ബിയൽ അളീം സുബ്ഹാന റബ്ബിയൽ അളീം സുബ്ഹാന റബ്ബിയൽ അളീം. റുക്കൂയിൽ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്നും സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദികല്ലാഹുമ്മഗ്ഫിർലി എന്നും ചൊല്ലാവുന്നതാണ്. ശേഷം ഇഅ്തിദാൽ.
റുക്കൂഇൽ നിന്ന് ഉയരുമ്പോൾ സമിഅല്ലാഹു ലിമൻ ഹമിദഹ് എന്ന് പറയണം. സമിഅല്ലാഹു ലിമൻ ഹമിദഹ്. ഇഅ്തിദാലിൽ ചൊല്ലേണ്ട വാചകങ്ങൾ ഇതാണ്: റബ്ബനാ റബ്ബനാ ലകൽ ഹംദു ലകൽ ഹംദു മിൽഅസ് സമാവാതി മിൽഅസ് സമാവാതി വമിൽഅൽ അർദി വമിൽഅൽ അർളി വമിൽഅ മാ ശിഅത വമിൽഅ മാ ശിഅത മിൻ ശൈഇൻ ബഅദു മിൻ ഷൈഇൻ ബഅദു. പിന്നെ അല്ലാഹു അക്ബർ ചൊല്ലിക്കൊണ്ട് സുജൂദിലേക്ക് പോകണം. അല്ലാഹു അക്ബർ. ഫിദൽ അങ്ങനെയല്ല സുജൂദ് ചെയ്യേണ്ടത്. സ്ക്രീനിലേക്ക് നോക്കൂ. അതുപോലെ ചെയ്യൂ. അല്ലാഹു അക്ബർ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന് 3 വട്ടം ചൊല്ലണം. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. സുജൂദിലും സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്നും സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദികല്ലാഹുമ്മഗ്ഫിർലി എന്നും ചൊല്ലാവുന്നതാണ്. പിന്നെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിവർന്നിരിക്കണം. അല്ലാഹു അക്ബർ. 2 സുജൂദുകൾക്കിടയിലുള്ള ഈ ഇരുത്തം നമസ്കാരത്തിന്റെ ഫർളുകളിൽപ്പെട്ടതാണ്. ഈ ഇരുത്തത്തിൽ റബ്ബിഗ്ഫിർലി വർഹംനി എന്ന് ചൊല്ലണം. റബ്ബിഗ്ഫിർലി റബ്ബിഗ്ഫിർലി വർഹംനി വർഹംനി വജ്ബുർനി വജ്ബുർനി വർഫഅനി വർഫഅനി വർസുഖ്നി വർസുഖ്നി വഹ്ദിനി വഹ്ദിനി വആഫിനി. വആഫിനി. ശേഷം ഒരിക്കൽ കൂടി സുജൂദ് ചെയ്യണം. അല്ലാഹു അക്ബർ. അല്ല ഫിദലെ, സുജൂദിൽ എന്താ ചൊല്ലേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തന്നതാണല്ലോ. എന്താ മറന്നോ? ഇല്ല. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. ഇനി എഴുന്നേറ്റോളൂ. അല്ലാഹു അക്ബർ. 2ാമത്തെ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നതോടെ ഒരു റക്അത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വീഡിയോവിന്റെ ആവശ്യമില്ല, ഓഫ് ചെയ്യാം. ഫിദൽ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? റുക്കൂയിലേക്കും സുജൂദിലേക്കും ഒക്കെ കുനിയുമ്പോഴും ഉയരുമ്പോഴും അല്ലാഹു അക്ബർ എന്ന് പറയാൻ മറക്കരുത്. ശരി ഉസ്താദ്. ഇനി നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഫാത്തിഹ, ശേഷം സൂറ, റുക്കൂഅ്, ഇഅ്തിദാൽ, സുജൂദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. الله أكبر. سبحان ربي العظيم سبحان ربي العظيم سبحان ربي العظيم. سمع الله لمن حمده. ربنا لك الحمد ملء السماوات وملء الأرض وملء ما شئت من شيء بعد. الله أكبر. سبحان ربي الأعلى سبحان ربي الأعلى سبحان ربي الأعلى. الله أكبر. رب اغفر لي وارحمني واجبرني وارفعني وارزقني واهدني وعافني. الله أكبر. سبحان ربي الأعلى سبحان ربي الأعلى سبحان ربي الأعلى. 2ാമത്തെ റക്അത്തിൽ ഒരു ഇരുത്തമുണ്ട്. അല്ലാഹു അക്ബർ. ഈ ഇരുത്തത്തിൽ അത്തഹിയാത്തും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തും ചൊല്ലണം. ഇടത്തെ കാൽപാദം പരത്തിവെച്ച് അതിന്മേൽ ഇരിക്കുക, വലത് കാൽപാദം നാട്ടിവെക്കുകയും വേണം. ഇതിന് ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്നാണ് പറയുക. ഇരുത്തത്തിൽ ഇടത്തെ കൈവിരലുകൾ കാൽമുട്ടിനോട് ചേർത്ത് നിവർത്തി വെക്കണം.
വലത്തെ കൈയിന്റെ പെരുവിരൽ ചൂണ്ടുവിരലിന്റെ മുരട്ടുവെച്ച് ആ ചൂണ്ടുവിരൽ നിവർത്തിയും മറ്റു വിരലുകൾ മടക്കിയും വെക്കണം. എന്നിട്ട് അത്തഹിയാത്തിൽ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമ്പോൾ ചൂണ്ടുവിരൽ ഉയർത്തണം. അത്തഹിയാത്തുൽ മുബാറകാതുസ് സ്വലവാതുത് ത്വയ്യിബാതു ലില്ലാഹ്. അത്തഹിയാത്തുൽ മുബാറകാതുസ് സ്വലവാതുത് ത്വയ്യിബാതു ലില്ലാഹ്. അസ്സലാമു അലൈക അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇനി നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഇനി എഴുന്നേൽക്കാം. ഇപ്പോൾ 2 റക്അത്തായി. ഇനി എല്ലാം നേരത്തെ ചെയ്തതുപോലെ തന്നെ. 3-ാമത്തെയും 4-ാമത്തെയും റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതേണ്ടതില്ല. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. സുബ്ഹാന റബ്ബിയൽ അളീം. സുബ്ഹാന റബ്ബിയൽ അളീം. സുബ്ഹാന റബ്ബിയൽ അളീം. സമിഅല്ലാഹു ലിമൻ ഹമിദഹ്. റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർള് വമിൽഅ മാ ശിഅത മിൻ ഷൈഇൻ ബഅദു. അല്ലാഹു അക്ബർ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. അല്ലാഹു അക്ബർ. റബ്ബിഗ്ഫിർ ലീ വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. അല്ലാഹു അക്ബർ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. സുബ്ഹാന റബ്ബിയൽ അളീം. സുബ്ഹാന റബ്ബിയൽ അളീം. സുബ്ഹാന റബ്ബിയൽ അളീം. സമിഅല്ലാഹു ലിമൻ ഹമിദഹ്. റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർള് വമിൽഅ മാ ശിഅത മിൻ ഷൈഇൻ ബഅദു. അല്ലാഹു അക്ബർ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. അല്ലാഹു അക്ബർ. റബ്ബിഗ്ഫിർ ലീ വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. അല്ലാഹു അക്ബർ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. ഇനി അവസാനത്തെ അത്തഹിയാത്താണ്. അല്ലാഹു അക്ബർ. 2-ാമത്തെ റക്അത്തിന് ശേഷമുള്ള ഇരുത്തത്തിൽ നിന്ന് ഒരല്പം വ്യത്യാസമുണ്ട് ഈ ഇരുത്തത്തിന്. വലത്തെ കാൽപാദം നാട്ടിവെക്കുകയും ഇടതുകാൽ അതിനടിയിലൂടെ പുറത്തേക്ക് കടത്തിയ രൂപത്തിലും ചന്തി നിലത്ത് ഊന്നിയുമാണ് ഇരിക്കേണ്ടത്. ഇതിന് തവറുക്കിന്റെ ഇരുത്തം എന്നാണ് പറയുക. ആദ്യത്തെ ഇരുത്തത്തിൽ നമ്മൾ ചൊല്ലിയ അത്തഹിയാത്ത് എന്ന് തുടങ്ങുന്ന വാചകങ്ങൾ ആദ്യം ചൊല്ലുക. നേരത്തെ പറഞ്ഞതുപോലെ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ വിരൽ ചൂണ്ടാൻ മറക്കരുത്. അത്തഹിയാത്തുൽ മുബാറകാതുസ് സ്വലവാതുത് ത്വയ്യിബാതു ലില്ലാഹ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام علينا وعلى عباد الله الصالحين. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. ഇനി നബിയുടെ പേരിലുള്ള സ്വലാത്ത് പൂർണ്ണ രൂപത്തിൽ ചൊല്ലണം. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد
كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഇപ്പോൾ നമ്മൾ അത്തഹിയ്യാത്തും അതിനുശേഷം നബിയുടെ പേരിലുള്ള പൂർണ്ണ രൂപത്തിലുള്ള സ്വലാത്തും ചൊല്ലി. ഇനി അവസാനത്തെ അത്തഹിയ്യാത്തിലുള്ള ദുആ ആണ്. അല്ലാഹുമ്മ ഗ്ഫിർലി اللهم اغفر لي മാ ഖദ്ദംതു ما قدمت വമാ അഖർതു وما أخرت വമാ അസ്റർതു وما أسررت വമാ അഅലൻതു وما أعلنت വമാ അസ്റഫ്തു وما أسرفت وما أنت أعلم به مني وما أنت أعلم به مني إنك أنت المقدم إنك أنت المقدم وأنت المؤخر وأنت المؤخر لا إله إلا أنت لا إله إلا أنت اللهم إني أعوذ بك أعوذ بك من عذاب القبر من عذاب القبر ومن عذاب النار ومن عذاب النار ومن فتنة المحيا ومن فتنة المحيا والممات ومن فتنة المسيح الدجال ومن فتنة المسيح الدجال. ശേഷം സലാം വീട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആദ്യം വലതു ഭാഗത്തേക്ക് തിരിഞ്ഞ് ശേഷം ഇടതു ഭാഗത്തേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ എഴുന്നേൽക്കുകയല്ല വേണ്ടത്. അവിടെ തന്നെ ഇരുന്ന് കുറെ സമയം ദിക്റുകൾ ചൊല്ലുന്നതും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതും നല്ലതാണ്. സലാം വീട്ടിയ ശേഷം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 പ്രാവശ്യം ചൊല്ലണം. പിന്നെ ഈ പ്രാർത്ഥനയും ചൊല്ലണം. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ اللهم لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد. മഗ്രിബ് നമസ്കാരത്തിൻ്റെയും സുബ്ഹ് നമസ്കാരത്തിൻ്റെയും ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് 10 പ്രാവശ്യവും അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് 7 പ്രാവശ്യവും ചൊല്ലുന്നത് സുന്നത്താണ്. എല്ലാ ഫർദ് നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് എന്നിവ ഓതൽ സുന്നത്താണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നിവ 33 പ്രാവശ്യം വീതവും ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന ദിക്റ് 1 പ്രാവശ്യവും ചൊല്ലണം. വേറെയും ദിക്റുകളും ദുആകളുമൊക്കെ ഈ സമയത്ത് ചൊല്ലാനുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് വിശദമായി പഠിക്കാം. ഏതായാലും നമ്മുടെ ഇഹപര ജീവിതത്തിലെ മുഴുവൻ വിജയങ്ങൾക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കണം. ഫർദ് നമസ്കാരത്തിന് ശേഷമുള്ള ഈ ദിക്റുകളും പ്രാർത്ഥനയും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അവയൊന്നും ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ. ഇപ്പോൾ നമസ്കാരത്തിന്റെ രൂപം എല്ലാവർക്കും മനസ്സിലായോ? ഇപ്പോൾ നമസ്കരിച്ചത് ളുഹർ നമസ്കാരമാണല്ലോ. ളുഹറിലും അസ്റിലും പതുക്കെയാണ് ഓതേണ്ടത്. ബാക്കി 3 നമസ്കാരങ്ങളിൽ ഫാത്തിഹയും സൂറത്തുകളും ഉറക്കെ ഓതാം. ഇനി എല്ലാവരും കൃത്യമായി നമസ്കരിക്കും ഇല്ലേ? ഞാനിനി നിങ്ങൾക്കൊരു ഹോംവർക്ക് തരികയാണ്. എന്താ ഉസ്താദ് ഹോംവർക്ക്?